ആലപ്പുഴ ജില്ലയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. 200-ലധികം കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ശക്തമായ കാറ്റും മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും പ്രളയ ദുരിതം രൂക്ഷമാക്കുകയാണ്. റോഡുകളിൽ വെള്ളം കയറിയതോടെ യാത്രയും ദുസ്സഹമായി. ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആലപ്പുഴ ജില്ലയിൽ ശക്തമായി മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലകളിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി വീടുകളിൽ വെള്ളം കയറി. അതോടൊപ്പം തന്നെ റോഡുകളിലുമൊക്കെ തന്നെ വെള്ളം കയറിയതോടെ ഗതാഗതവും തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ എടത്തുവയിൽ നിന്നും അരിപ്പാട്ടേക്കും അതോടൊപ്പം തന്നെ തിരുവല്ല ഭാഗത്തേക്കുമെല്ലാമുള്ള ബസ് സർവീസ് KSRTC ബസ് സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. കുട്ടനാട്ടിലും നിരവധി റോഡുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മങ്കൊമ്പ് ഭാഗത്താണ്. ഇവിടെയും റോഡിൽ വെള്ളം കയറി. ഇപ്പോൾ ബസ് സർവീസും മറ്റും ഉണ്ടെങ്കിൽ പോലും ഇതേ രീതിയിൽ ഏറ്റവും വെള്ളത്തിൻ്റെ നില കൂടി വന്നാൽ അത് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെയൊക്കെയും നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കുട്ടനാട് അമ്പലപ്പുഴ താലൂക്കുകളിലായി നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. 250-ലധികം കുടുംബങ്ങൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിരിക്കുന്നു. ഈ രീതിയിൽ വലിയ 2018-ലെയും 19-ലെയൊക്കെ പോലെ വലിയ ഒരു പ്രളയത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയാണ് കുട്ടനാടൻ ജനതയ്ക്കുള്ളത്. ഇപ്പോൾ എങ്ങനെയാണ് ചേട്ടാ, വെള്ളപ്പൊക്കം രൂക്ഷമായി വരുവാണോ? വെള്ളപ്പൊക്കം രൂക്ഷമായിട്ട് വരികയാണ്. ഇപ്പം 3-4 ദിവസമായിട്ട് അടുപ്പിച്ച് മഴയുള്ളത് കൊണ്ട് നല്ല വെള്ളമാണ്. ഇപ്പം എല്ലാ വീടുകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. നല്ല ശരിക്കും ഉണ്ട്. മിക്കവാറും എല്ലാ വീടുകളിലൊക്കെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ ജലാശയം പമ്പ, ചെങ്കോവിൽ, മണിമല ആറുകളിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണോ? അതിപ്പോൾ ഈ കുറേ കാലമായിട്ട് ഇങ്ങനെ താക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ വെള്ളത്തിൻ്റെ കിഴക്കുന്നുള്ള വെള്ളത്തിൻ്റെ വരവും 4-5 ദിവസമായിട്ട് ഇങ്ങനെ കമ്പൽസറിയായിട്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പല വീടുകളിലും ഇപ്പോൾ വില്ലേജ് ഓഫീസറാണെങ്കിൽ തന്നെ 3-4 വള്ളം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആളുകളെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, എന്തെങ്കിലും ചോദിച്ചാൽ കൊണ്ടുപോകണമെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേ അപ്പം നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ, യാതൊരു തർക്കവും. നല്ല ബുദ്ധിമുട്ടാണ്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെയ്യണം. അതാണ് ഇവിടെ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ജലാശയങ്ങളിലെ ജലനിരപ്പ് കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ശക്തമായിട്ടും അത് തോട്ടപ്പള്ളി പൊഴിമുഖം തുറന്നിട്ടില്ല എന്നതാണ് മറ്റൊരു വലിയ പ്രതിസന്ധി. കാരണം പൊഴിമുഖം തുറന്നെങ്കിൽ മാത്രമേ പമ്പ, അച്ചൻകോവിൽ ആറുകളിലെയും മറ്റും വെള്ളം കടലിലേക്ക് ഒഴുകി നീങ്ങുകയുള്ളൂ. അത് തടസ്സപ്പെട്ടിരിക്കുന്നത് ഇവിടെ ജലനിരപ്പ് ഉയരുമ്പോൾ അത് വെള്ളപ്പൊക്കമായി രൂക്ഷമായി നിലനിൽക്കാനുള്ള ഒരു കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടൽ പ്രക്ഷുബ്ധമാണെങ്കിൽ പോലും ഈ കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലയിൽ നിന്നുള്ള വെള്ളം ഏറ്റവും പ്രധാനമായും തോട്ടപ്പള്ളി പൊഴിമുഖയിലൂടെയാണ് ഒഴുകി മാറുന്നത്. അതിനുള്ള സംവിധാനം ഒരുക്കണമെന്നതാണ് കുട്ടനാടൻ ജനത ആവശ്യപ്പെടുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ കടലും പ്രക്ഷുബ്ധമായി തന്നെ നിൽക്കുന്നു. തീരദേശവാസികളും ദുരിതത്തിലാണ്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത് ഈ കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലയിലെ തോടുകളും മറ്റും മഴക്കാലപൂർവ്വ ശുചീകരണത്തിലൂടെ അതിലെ ഒഴുക്ക് തടസ്സപ്പെടുന്ന ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നീരൊഴുക്ക് തോടുകളിലൂടെയും മറ്റും വെള്ളം ഒഴുകി മാറുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. അത് ഈ പെയ്ത്ത് വെള്ളവും തങ്ങി നിൽക്കാനും വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനും കാരണമാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നതും.